ഹായ്, ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടേ ഞാൻ ഷോപ്പിൽ പോകാൻ കുറച്ച് വൈകിപ്പോയി. ഞായറാഴ്ച ഉണ്ടെന്ന് കുറച്ച് വൈകിട്ട് ചേച്ചിമാർ വന്നിട്ടുണ്ടാകും. അപ്പോൾ ഞാൻ കുറച്ച് വൈകിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ പുറത്ത് വണ്ടി പോകാൻ നോക്കുമ്പോൾ മുറ്റത്ത് നോക്കുമ്പം എൻ്റെ പഴയ ബിസിനസ് കണ്ടു. ഇത് തൊട്ട് മുമ്പ് സൈഡായിട്ടുണ്ടായൊരു ബിസിനസ്സാണേ. പിന്നെ അതൊന്നും ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് ഇപ്പം പോകുമ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഇന്ന് പിന്നെ ഇറങ്ങാൻ വൈകിയത് കൊണ്ട് ഞാൻ അതെല്ലാം ഇപ്പോൾ കണ്ടു. ഞാൻ ആ വീഡിയോ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പം അതുകൊണ്ട് ഞാൻ ഇന്ന് മുമ്പ് എൻ്റെ മെയിൻ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനല്ല, സൈഡായിട്ടുണ്ടായിരുന്ന കൃഷിയായിരുന്നു. പിന്നെ വാട്ടർ പ്ലാന്റ്സ്, ആമ്പൽ, താമര, അങ്ങനത്തെ വാട്ടർ പ്ലാന്റ്സ് കുറേ ഉണ്ടായിരുന്നു. വാട്ടർ പോപ്പി, അങ്ങനെ ജാവപ്പോണിക്ക, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഓൺലൈനായിരുന്നു പരിപാടി. അത് മുമ്പത്തെ ഇതിന്ന് നമ്മുടെ ഷോപ്പിൽ, ഇത് നമ്മുടെ ഷോപ്പിലോട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഒരു ഷോപ്പിലോട്ട് വരുന്നവർക്ക് നമ്മളിത് കൊടുക്കും. ഷോപ്പിൽ വരുന്നവർക്ക് കൊടുക്കും. നല്ല മണ്ണുണ്ട് സാധനം. ഇത് ഞാൻ പറഞ്ഞ പോലെ തളിപ്പറമ്പ് തൃച്ചമ്പല അമ്പലത്തിൽ പോയ സമയത്ത് അവിടെ കുളങ്ങൾ വൃത്തി ചളിയൊക്കെ കോരി മാറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറമെ കോരി മാറ്റിയ സാധനമായിരുന്നു ഇതിന് തൈ, അതിൻ്റെ കിഴങ്ങ്. അത് ഞാൻ കൊണ്ട് നട്ടിട്ടുണ്ടായ സംഭവമായിരുന്നു. ഇതിനു മുമ്പ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ 3ാം ക്ലാസ് തൊട്ട് ഭയങ്കര ബിസിനസ്സാണ്. 3ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് എന്താ വെച്ചാൽ 3 ഇഞ്ച് നീളത്തിൽ നമ്മളെ സ്ലൈറ്റൊക്കെ മായ്ക്കുന്ന ഒരു മഷിത്തണ്ടുണ്ട്, അതിൻ്റെ കച്ചവടമായിരുന്നു നമ്മൾ അന്ന്. 3ാം ക്ലാസ് തൊട്ട് നമ്മുടെ ബിസിനസ് മൈൻഡ് ഭയങ്കര. നമ്മുടെ കുടുംബത്തിലാരും ഇല്ല. നമ്മുടെ കുടുംബത്തിൽ വെച്ചാൽ കുറച്ച് കുരുമുളക് ഉണക്കി കൊടുത്തതല്ലാണ്ട് വേറെ ബിസിനസ് ഒന്നുമില്ല. നമ്മളും വലിയ ബിസിനസ് ഒന്നുമല്ല. അത് നമ്മുടെ ആ ഒരു സമയത്ത് ഞാൻ 3ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് മഷിത്തണ്ട് വൈകുന്നേരം വന്നപാട് സ്കെയിലെടുക്കും. ആകെ സ്കെയിൽ നേരം ഉണ്ടായിരുന്നു. ആ സ്കെയിൽ എടുത്തിട്ട് ഇങ്ങനെ മഷിത്തണ്ട് മുറിച്ച് ഇങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ട് വെക്കും. പിന്നെ പിറ്റേ സ്കൂളിൽ കൊണ്ടുപോയിട്ട് സ്ലേറ്റിൽ അരക്കാൻ വേണ്ടി ഒന്നുമില്ല, വെറുതെ കൊടുക്കും ചെറിയ പിള്ളേർക്കൊക്കെ. അതായിരുന്നു ഫസ്റ്റ് കച്ചവടം. പിന്നെ നമ്മൾ ബൾബിൻ്റെ കച്ചവടമായിരുന്നു. ബൾബ്, LED ബൾബിൻ്റെ കച്ചവടം. LED ബൾബിൻ്റെ കച്ചവടം എന്ന് പറഞ്ഞാൽ വീട് തീ പിടിച്ച കഥ വരെയുണ്ട്. ആദ്യം ബാറ്ററിയുടെ പരിപാടിയായിരുന്നു. പിന്നീട് കറണ്ട് വന്നപ്പോൾ നമുക്ക് എന്ത് AC എന്ത് DC, 2 വയറെടുത്തു, കറണ്ട് കൊടുത്തു. എൻ്റെ ദൈവമേ, 100 ബൾബുണ്ടായിരുന്നു. അതിങ്ങനെ ഒരു ഡിസൈൻ ചെയ്തേ ഓമൊക്കെ പോലെ, ഓമും വിളക്കൊക്കെ ആയിട്ട് 100 ബൾബ്. കറണ്ട് കൊടുത്തത് ഓർമ്മയുണ്ട്. ഫുള്ള് മിഷ്യൻ കണ്ടെന്ന് വരുന്ന കണക്കെ പടപടേ പൊട്ടിത്തെറിച്ചു. LED ബൾബ് മൊത്തം അങ്ങനെ തീ പിടിച്ചു. ഒരു പൊടിക്ക് ഞാനും നമ്മുടെ എഞ്ചിനും രക്ഷപ്പെട്ടു. അങ്ങനെയായിരുന്നു. പിന്നെ ആ LED ബൾബ് ആയിരുന്നു ഭയങ്കര കച്ചവടം നമ്മൾക്ക്. അന്നേരം 1.5 രൂപയായിരുന്നു LED ബൾബിന്. ചുവപ്പ്, മഞ്ഞ, പച്ച, പിന്നെ 2 കളർ വരുന്നതിന് പിന്നെ വരാൻ തുടങ്ങി. ഇതൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ കൃഷിയായിരുന്നു. ഇത് നമ്മുടെ പിന്നെ ഇതൊന്നല്ല, കുറച്ച് റേറ്റ് കൂടി ഒരുപാട് വെറൈറ്റി താമര, ആമ്പൽ സംഭവം ഉണ്ടായിരുന്നു. അതിന് 15,000 രൂപ വരുന്ന ഗാലക്സി എന്ന് പറഞ്ഞ സാധനം വരെ ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്. ഇതിന് തയ്യായി വിൽക്കാൻ നോക്കുമ്പോൾ നമ്മുടെ 10 മണിയുടെ വില പോയില്ല. 10 രൂപക്ക് 3 തണ്ട് തരുമെന്ന് ചോദിക്കുന്ന കച്ചവടമായിരുന്നു ലാസ്റ്റ്. പിന്നെ ആ പരിപാടി നമ്മൾ വേണ്ടാന്ന് വെച്ചു. പിന്നെ കുറേ നമ്മൾ സ്കൂളുകൾക്ക്, അതുപോലെ നമ്മുടെ മറ്റു വേറെങ്കിലും ആൾക്കാർക്ക് കുറേ കൊടുത്തു. ഞാൻ മറ്റേ വീഡിയോ ഒന്നും കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മളാ കഴിഞ്ഞ കൊറോണ സമയത്ത് നമ്മളിങ്ങനെ ചെയ്ത സംഭവമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നിനും ഒരുപാട് നമുക്ക് ഇതുപോലുള്ള സംഭവങ്ങളുണ്ടായിരുന്നു. എന്താ ഇതൊക്കെ ഇപ്പം വെള്ളം കയറിപ്പോയി. ഒരുപാട് വെറൈറ്റി ഉള്ള ആമ്പൽ. ഇപ്പോൾ പൂവില്ല, ഈ മഴക്കാലത്ത് പൂവൊക്കെ കുറയുന്നുണ്ടാവും. പിന്നെ വെറൈറ്റി ആയിട്ടുള്ള കുറേ ആമ്പലിൻ്റെ പാത്രങ്ങളുണ്ട്. ഇതൊക്കെ ആമ്പൽ, താമര, മറ്റൊരുപാട് വാട്ടർ പ്ലാന്റ് പാത്രങ്ങളിലാണ് ഞാൻ കുറേ താമരയും ആമ്പലൊക്കെ നട്ടു വെച്ചിട്ടുണ്ടാവും. ഇതിനൊക്കിപ്പോൾ താമര ആമ്പലും കൂടി മിക്സായിപ്പോയി. ഉണ്ട്, ഒരു മഞ്ഞപ്പൂ മാത്രമുണ്ട് ഇപ്പോൾ നിങ്ങളെ കാണിക്കാൻ. കണ്ട മഞ്ഞ ആമ്പൽ. ഇതിനൊരു മുട്ടൊക്കെ ഉണ്ട്. കണ്ട മുട്ട. ഈ ഫുള്ള് പാത്രങ്ങൾ നിറയെ ഫുള്ള് ഗപ്പി മീൻ ഉണ്ടാവും. അതുകൊണ്ട് കൊതുകില്ലാതിരിക്കാൻ വേണ്ടി എല്ലാത്തിനും ഗപ്പി മീൻ ഇട്ടിട്ടുണ്ട്. ഞാൻ തളിപ്പറമ്പിലത്തെ തൃച്ചമ്പല അമ്പലത്തിലുള്ള അമ്പലക്കുളത്ത് നിന്ന് അവർ വാരിക്കളഞ്ഞപ്പോൾ എടുത്ത
ആമ്പലാണ്. ഇതിൽ വേറെ 2-3 വെറൈറ്റി ആമ്പലുണ്ട്. ഞാൻ ഈ പറമ്പിൽ ഒരുപാട് ഇതുപോലെ ചെറിയ ചെറിയ വാട്ടർ പ്ലാന്റ്സ് ആണ് കൂടുതൽ. വാട്ടർ പ്ലാന്റ്സും അതുപോലെ മറ്റ് വെറൈറ്റി ആയിട്ടുള്ള കുറേ ചെടികളെല്ലാം നട്ടു വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കവുങ്ങാണ്, ഇതിപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ ഇത് ആയർ ജാക്കിൻ്റെ ചക്കമരം, പ്ലാവ്. പിന്നെ വേറെ തെയ്യം കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മളിങ്ങനെ ഒരു കുളത്തിലോട്ട് ഇറങ്ങിപ്പോകാനുള്ള വഴികളെ നമുക്കിന്ന്. മുമ്പൊക്കെ ഞാൻ ഇതിങ്ങനെ കുറേ വേറെ യൂട്യൂബിൽ വീഡിയോ ഇടുമായിരുന്നു ഈ കുളത്തിൻ്റെയൊക്കെ. ഇത് കണ്ടോ, ഇത് നല്ല മണമുള്ളൊരു, ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, എന്താണെന്നുണ്ടോ, ഇങ്ങനെ മണമുള്ളൊരു പൂവായത്. നമ്മളിത് ഈ ഇറങ്ങിപ്പോകുന്ന നേരെ നമ്മൾ കഴിഞ്ഞ കൊറോണ കാലത്ത് കെട്ടിയുണ്ടാക്കിയൊരു കുളമാണ്. ഭയങ്കര ആഗ്രഹം കൊണ്ട് കെട്ടിയൊരു കുളമാണ്. ഞാനും അച്ഛനൊക്കെ ആയിരുന്നു മെയിൻ ഇതിൻ്റെ പണിക്കാർ. പിള്ളേരൊക്കെ കടന്ന് ഗേറ്റ് ഇട്ടതാണ്. അങ്ങനെ സൈഡാക്കി. ഇതിൻ്റെയൊക്കെ ഫുൾ വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു മുമ്പ്. ഇഷ്ടംപോലെ വെള്ളമുണ്ട്. ഇങ്ങനെ സ്റ്റെപ്പായിട്ട് ഇറങ്ങി അതോളം പോവാം. എൻ്റെ മൂത്താശാരി അച്ഛനും സെക്കൻഡ് ആശാരി ഞാനുമായിരുന്നു. എനിക്ക് പിന്നെ അതിന് ശേഷം വെട്ട് നട്ടുണ്ടാക്കിയ കുറേ ചെടികൾ. പിന്നെ തൊട്ട് താഴെ കുളം, പിന്നെ തോട് നല്ല ഒഴുകി വരുന്ന തോട്. ഫുള്ള് ഗ്രാമീണ അന്തരീക്ഷമായിരിക്കും. നിങ്ങളുടെ വീഡിയോ കണ്ട സമയത്ത് ഞാൻ ചെറുപുഴ എത്തിയ സമയത്ത് ഞാൻ ചെറുപുഴ സ്ഥിരമായിട്ട് പിന്നെ ചെണ്ടുമല്ലിപ്പൂവും കുറച്ച് മുല്ലപ്പൂവും മേടിക്കും സ്ഥിരമായിട്ട്. ഷോപ്പിലവിടെ കൊണ്ടുവെക്കുന്നതാണ്. അപ്പോൾ ഒരു ദിവസം സാമീനെ കാണിച്ചു. സാമീനെ ഏകദേശം ഒരു 10-17 വർഷത്തെ പരിചയം ഉണ്ടായിരുന്നു സാമീന്. ചെറുപുഴ പൂക്കൾ നടത്തുന്ന സ്വാമി എല്ലാവർക്കും അറിയും. നല്ല അടിപൊളി വെറൈറ്റി മാലകൾ എല്ലാം കെട്ടിക്കൊടുക്കുന്നതാണ്. പ്ലസ് സാമീനെ കാണിച്ചു തരാം, സാമിയുടെ ഷോപ്പ്. അപ്പോൾ ശരി, നമുക്ക് പിന്നെ കാണാം. ടാറ്റാ, ബൈ ബൈ.